ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് യുഎസ് സന്ദർശനത്തിന് നാളെ തുടക്കം. ഫ്രാൻസിൽ നിർമ്മിത ബുദ്ധി ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. ചരിത്ര വിജയത്തോടെ ഡൽഹിയിൽ ബിജെപി അധികാരത്തിലേക്ക്. ഡൽഹി ജനതയ്ക്ക് ലോകോത്തര നിലവാരത്തിലുള്ള അടിസ്ഥാന സൌകര്യങ്ങൾ ഉറപ്പാക്കുമെന്ന് ബിജെപി മുതിർന്ന നേതാവും പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദി. പരാജയം അംഗീകരിക്കുന്നതായി ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും. ന്യൂഡൽഹിയിൽ നടക്കുന്ന ലോക പുസ്തകമേളയ്ക്ക് ഇന്ന് സമാപനം. വ്യക്തിപരവും സാമൂഹികവുമായ വളർച്ചയിൽ പുസ്തകങ്ങൾ വഴികാട്ടികളെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. രാജ്യത്തെ ആരോഗ്യമേഖലയുടെ പുരോഗതിക്ക് പിന്നിലെ ചാലകശക്തിയായി ഫാർമസ്യൂട്ടിക്കൽ വ്യവസായ മേഖല മാറണമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തിൽ 130ാമത് മാരാമൺ കൺവെൻഷന് ഇന്ന് തുടക്കം. ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്ത് ഇന്ന് സമാപിക്കും. ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് യുഎസ് സന്ദർശനത്തിന് നാളെ തുടക്കം. ഇരു രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ തന്ത്രപരമായ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിൽ സന്ദർശനം ഊന്നൽ നൽകും. ഈ മാസം 10 മുതൽ 12 വരെ ഫ്രാൻസ് സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി നിർമ്മിത ബുദ്ധി ഉച്ചകോടിയിലും ഉഭയകക്ഷി ചർച്ചകളിലും പങ്കെടുക്കും. ഇന്ത്യയുടെ പുതിയ കോൺസുലേറ്റ് ജനറലിന്റെ ഉദ്ഘാടനവും ശ്രീ നരേന്ദ്രമോദി നിർവഹിക്കും. തുടർന്ന് 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി യുഎസിലേക്ക് തിരിക്കും. പരീക്ഷാ പേ ചർച്ച പരിപാടിയുടെ 8ാം പതിപ്പ് നാളെ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദ്യാർത്ഥികളുമായി പരീക്ഷാ സമ്മർദ്ദത്തെ അതിജീവിക്കുന്നതിനുള്ള മാർഗ്ഗങ്ങൾ പങ്കുവയ്ക്കുന്ന പരിപാടി ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിലാണ് നടക്കുന്നത്. പുതുക്കിയ ഘടനയിൽ 8 ഭാഗങ്ങളായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് പുറമെ അധ്യാപകരും മാതാപിതാക്കളും പങ്കെടുക്കും. ഇതുവരെ 3.30 കോടിയിലധികം വിദ്യാർത്ഥികളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഡൽഹിയിൽ 27 വർഷങ്ങൾക്ക് ശേഷം ബിജെപി അധികാരത്തിലേക്ക്. 70-അംഗ നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 48 സീറ്റുകൾ സ്വന്തമാക്കിയാണ് ബിജെപി അധികാരം ഉറപ്പിച്ചത്. ഭരണകക്ഷിയായ ആം ആദ്മി പാർട്ടിക്ക് 22 സീറ്റുകൾ മാത്രമേ ലഭിച്ചുള്ളൂ. എഎപി കൺവീനറും മുൻ മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളും മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയും അടക്കമുള്ള പ്രമുഖർ പരാജയപ്പെട്ടു. എന്നാൽ മുഖ്യമന്ത്രി അതീഷി മർലേന കൽക്കാജി മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു. തുടർച്ചയായ 3ാം തവണയും കോൺഗ്രസിന് ഒരു സീറ്റിൽ പോലും വിജയിക്കാനായില്ല. ഡൽഹിയിലെ ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും ലോകോത്തര നിലവാരത്തിലുള്ള അടിസ്ഥാന സൌകര്യങ്ങൾ ഉറപ്പാക്കുന്നതിനും പുതിയ സർക്കാർ പ്രതിജ്ഞാബദ്ധമായിരിക്കുമെന്ന് ബിജെപി മുതിർന്ന നേതാവും പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ പാർട്ടി ആസ്ഥാനത്ത് ബിജെപി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. नतीजे दिखाते हैं कि भाजपा की डबल इंजन सरकार के लिए देश में कितना भरोसा. അതേസമയം തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയുടെ പരാജയം അംഗീകരിക്കുന്നതായും പാർട്ടി ക്രിയാത്മക പ്രതിപക്ഷമായി പ്രവർത്തിക്കുമെന്നും അരവിന്ദ് കെജ്രിവാൾ പ്രതികരിച്ചു. जनता का जो भी निर्णय है उसे हम पूरी विनम्रता के साथ स्वीकार करते हैं. जनता का निर्णय सर माथे पर. मैं भारतीय जनता पार्टी को इस जीत के लिए बहुत बहुत बधाई देता हूं और उम्मीद करता हूं कि जिस आशा के साथ लोगों ने उनको बहुमत दिया है वो उन सभी उम्मीदों और आशाओं पे पूरा उतरेंगे. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ മാറ്റത്തിനായി വോട്ട് ചെയ്തുവെന്ന് കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. തെരഞ്ഞെടുപ്പ് ഫലം സംബന്ധിച്ച് പാർട്ടി പരിശോധിക്കുമെന്നും ശ്രീമതി പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. People wanted change. They were fed up of the way things were and they wanted change. I suppose they voted for change. My congratulations to all those who have won. And for the rest of us, it just means we have to work harder and we have to stay there, be on the ground and be responsive to the people's issues. പുതിയ ആദായ നികുതി ബിൽ അടുത്തയാഴ്ച ലോക്സഭയിൽ അവതരിപ്പിച്ചേക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ന്യൂഡൽഹിയിൽ നടന്ന ആർബിഐ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടർമാരുടെ യോഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. 6 പതിറ്റാണ്ട് പഴക്കമുള്ള ആദായ നികുതി നിയമത്തിന് പകരമായാണ് പുതിയ ബിൽ വരുന്നത്. ലോക്സഭയിൽ അവതരിപ്പിച്ചതിന് ശേഷം ബിൽ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് അയക്കും. ലോകത്തിന്റെ സർഗ്ഗാത്മക ശക്തിയായി മാറുന്നതിനുള്ള അടിത്തറ പാകുകയാണ് ഇന്ത്യയെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ഇന്ത്യയെ ആഗോള ഉള്ളടക്ക കേന്ദ്രമാക്കി മാറ്റുന്നത് ലക്ഷ്യമിട്ട് ആദ്യ വേൾഡ് ഓഡിയോ വിഷ്വൽ എന്റർടൈൻമെന്റ് സമ്മിറ്റ് വേവ്സ് 2025ന്റെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി.
പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ വേവ്സിന്റെ ഉപദേശക സമിതി യോഗം ചേർന്ന് പുരോഗതി വിലയിരുത്തിയതായും കേന്ദ്രമന്ത്രി പറഞ്ഞു. വ്യക്തിപരവും സാമൂഹികവുമായ വളർച്ചയ്ക്ക് പുസ്തകങ്ങളാണ് യഥാർത്ഥ വഴികാട്ടികളെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. വെല്ലുവിളികളെ അതിജീവിക്കുവാനുള്ള പ്രചോദനത്തിന്റെയും ശക്തിയുടെയും ഉറവിടമായി പുസ്തകങ്ങളെ സ്വീകരിക്കണമെന്ന് അദ്ദേഹം യുവാക്കളോട് അഭ്യർത്ഥിച്ചു. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന ലോക പുസ്തകമേളയിൽ ഇന്നലെ 2 പുസ്തകങ്ങൾ പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ശ്രീ ഓം ബിർള. മേള ഇന്ന് സമാപിക്കും. രാജ്യത്തെ ആരോഗ്യമേഖലയുടെ പുരോഗതിക്ക് പിന്നിലെ ചാലകശക്തിയായി ഫാർമസ്യൂട്ടിക്കൽ വ്യവസായ മേഖല മാറണമെന്നും ഗുണനിലവാരത്തിനും നൂതനത്വത്തിനും മുൻഗണന നൽകണമെന്നും കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. മുംബൈയിൽ ഇന്ത്യൻ ഡ്രഗ്സ് മാനുഫാക്ചേഴ്സ് അസോസിയേഷന്റെ 63ാമത് വാർഷിക ദിനപരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഫാർമസ്യൂട്ടിക്കൽ മേഖലയുടെ വികസനത്തിന് കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് ചടങ്ങിൽ സംസാരിച്ച കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ സഹമന്ത്രി അനുപ്രിയ പട്ടേൽ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. മറ്റൊരു രാജ്യത്തിനും കൈവരിക്കാൻ കഴിയാത്ത വേഗത്തിൽ ഇന്ത്യൻ ബഹിരാകാശ പദ്ധതി സുസ്ഥിര പുരോഗതി കൈവരിച്ചതായി ബഹിരാകാശ ഗവേഷണ സംഘടനാ ചെയർമാൻ ഡോക്ടർ വി നാരായണൻ. ബംഗളൂരുവിൽ എയ്റോ ഇന്ത്യ അന്താരാഷ്ട്ര സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 2028ഓടെ ബഹിരാകാശത്തേക്കും 2035ഓടെ ബഹിരാകാശ നിലയത്തിലേക്കും സഞ്ചാരികളെ അയയ്ക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് ഇന്ത്യയെന്നും ISRO ചെയർമാൻ പറഞ്ഞു. 2023ലെ കേരള ശാസ്ത്ര പുരസ്കാരം ISRO മുൻ ചെയർമാൻ S സോമനാഥിന്. തൃശൂരിൽ ശാസ്ത്ര കോൺഗ്രസ് വേദിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പ്രഖ്യാപനം നടത്തിയത്. കേരളത്തിലെ ആദിവാസി മേഖലയിലെ ആരോഗ്യ ഇടപെടലുകൾക്ക് പിന്തുണയുമായി ലോകാരോഗ്യ സംഘടന. ആരോഗ്യമന്ത്രി വീണ ജോർജുമായി തിരുവനന്തപുരത്ത് നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ലോകാരോഗ്യ സംഘടനാ പ്രതിനിധികൾ ഇക്കാര്യം അറിയിച്ചത്. സംസ്ഥാനതലത്തിൽ വികസിപ്പിക്കുന്ന ട്രൈബൽ ഹെൽത്ത് ആക്ഷൻ പ്ലാനിന് വേണ്ട സാങ്കേതിക സഹായം ലോകാരോഗ്യ സംഘടന നൽകുമെന്ന് പ്രതിനിധികൾ അറിയിച്ചു. 130ാമത് മാരാമൺ കൺവെൻഷന് പത്തനംതിട്ട മാരാമൺ പമ്പ നദിക്കരയിൽ ഇന്ന് തുടക്കമാകും. ഉച്ചയ്ക്ക് 2:30-ന് മാർത്തോമാ സഭാധ്യക്ഷൻ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പൊലീത്ത ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്യും. അതേസമയം 113ാമത് ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിന് ഇന്ന് സമാപനമാകും. പമ്പയിൽ ഇന്ന് വൈകിട്ട് മഹാ ആരതിയും പുണ്യസ്നാനവും നടക്കും. കൊല്ലം പരവൂരിൽ സ്റ്റോപ്പ് അനുവദിച്ച കന്യാകുമാരി പുനലൂർ ട്രെയിനിന് സ്റ്റേഷനിൽ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. കേന്ദ്ര ബജറ്റിൽ വകയിരുത്തിയ 3024 കോടി രൂപ ഉൾപ്പെടെ ആകെ 10,000 കോടി രൂപയുടെ റെയിൽവേ വികസന പ്രവർത്തനങ്ങളാണ് കേരളത്തിൽ നടക്കുന്നതെന്ന് ശ്രീ ജോർജ് കുര്യൻ പറഞ്ഞു. NK പ്രേമചന്ദ്രൻ MP, GS ജയലാൽ MLA തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. 38ാമത് ദേശീയ ഗെയിംസിൽ 42 സ്വർണവുമായി സർവീസസ് 1ാം സ്ഥാനത്ത് തുടരുന്നു. കർണാടകം 2ാമതും മഹാരാഷ്ട്ര 3ാം സ്ഥാനത്തുമാണ്. 34 മെഡലുകളുമായി കേരളം മെഡൽ പട്ടികയിൽ 10ാം സ്ഥാനത്താണ്. ഇന്നലെ തായ്ക്കൊണ്ടോയിൽ കേരളത്തിന്റെ മാർഗരറ്റ് മറിയ റെജി സ്വർണം നേടി. ഇന്ന് വനിതകളുടെയും പുരുഷന്മാരുടെയും 400 മീറ്റർ 4x100 വിഭാഗങ്ങളിലെ ഫൈനലിൽ കേരളം ഇന്നിറങ്ങും. ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ഏകദിന പരമ്പരയിലെ 2ാം മത്സരം ഇന്ന് ഉച്ചയ്ക്ക് 1:30-ന് ഒഡീഷയിലെ ബാരാബതി സ്റ്റേഡിയത്തിലാണ് മത്സരം. ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്കായിരുന്നു ജയം. പരമ്പരയിലെ 3ാമത്തെയും അവസാനത്തെയും മത്സരം ഈ മാസം 12-ന് നടക്കും. തെക്കൻ സിറിയൻ പട്ടണമായ ദേർ അലിയിൽ ഹമാസിന്റെ ആയുധ സംഭരണ കേന്ദ്രത്തിലേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തി. പ്രദേശത്ത് ഹമാസിനെ പ്രതിരോധിക്കുന്നത് തുടരുമെന്ന് ഇസ്രായേൽ സൈനിക വൃത്തങ്ങൾ അറിയിച്ചു. അതേസമയം ഗസ വെടിനിർത്തൽ ഉടമ്പടി പ്രകാരം തടവുകാരുടെ കൈമാറ്റം ഇസ്രായേലും ഹമാസും തുടരുകയാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് US സന്ദർശനത്തിന് നാളെ തുടക്കം. ഫ്രാൻസിൽ നിർമ്മിത ബുദ്ധി ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. ചരിത്ര വിജയത്തോടെ ഡൽഹിയിൽ BJP അധികാരത്തിലേക്ക്. ഡൽഹി ജനതയ്ക്ക് ലോകോത്തര നിലവാരത്തിലുള്ള അടിസ്ഥാന സൌകര്യങ്ങൾ ഉറപ്പാക്കുമെന്ന് BJP മുതിർന്ന നേതാവും പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദി. പരാജയം അംഗീകരിക്കുന്നതായി ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും. ന്യൂഡൽഹിയിൽ നടക്കുന്ന ലോക പുസ്തകമേളയ്ക്ക് ഇന്ന് സമാപനം. വ്യക്തിപരവും സാമൂഹികവുമായ വളർച്ചയിൽ പുസ്തകങ്ങൾ വഴികാട്ടികളെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. രാജ്യത്തെ ആരോഗ്യമേഖലയുടെ പുരോഗതിക്ക് പിന്നിലെ ചാലകശക്തിയായി ഫാർമസ്യൂട്ടിക്കൽ വ്യവസായ മേഖല മാറണമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തിൽ 130ാമത് മാരാമൺ കൺവെൻഷന് ഇന്ന് തുടക്കം. ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്ത് ഇന്ന് സമാപിക്കും. ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന പരമ്പരയിലെ 2ാം മത്സരം ഇന്ന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30-ന്.